Friends, welcome back to our channel Wealthy Life. 24 September 2020 നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ഡേറ്റ് ആണ്. മന്ത്ലി എക്സ്പയറി ഡേറ്റിൽ ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായ നിഫ്റ്റി ലെവൽസ് ആൻഡ് ടാർഗറ്റ് അനാലിസിസ്, ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആൻഡ് ടാർഗറ്റ് അനാലിസിസ്, ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ്, അതുകൂടാതെ 23 സെപ്റ്റംബർ 2020 മെയിൻ മാർക്കറ്റ് ഇവൻറ്റ്സ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 24 സെപ്റ്റംബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ വൺ ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനായ 23 സെപ്റ്റംബർ 2020 നിഫ്റ്റിയുടെ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് കൺസിക്യൂട്ടീവ്ലി 4 ട്രേഡിംഗ് സെഷനിലായിട്ട് നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ഡേ അതായത് 22 സെപ്റ്റംബർ 2020 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കാണാൻ സാധിച്ചത്. അതായത് ഗ്ലോബൽ മാർക്കറ്റുകൾ അല്പം പോസിറ്റീവ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ന്യൂട്രൽ ടെൻഡൻസിറ്റി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ഇന്ത്യൻ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് സ്റ്റാർട്ടായത്. നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 11,258 ആണ്. പക്ഷേ നിഫ്റ്റിക്ക് ആ ഒരു ഇനിഷ്യൽ മൊമെൻറ്റം അല്ലെങ്കിൽ ഇനിഷ്യൽ ഗ്യാപ്പ് അപ്പ് കെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് നമ്മൾ മാർക്കറ്റ് അവറിൽ കണ്ടത്. അതായത് നിഫ്റ്റിയിൽ സെൽ ഓൺ റൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും നിഫ്റ്റി അതിൻ്റെ 11,258 എന്ന ഓപ്പണിംഗ് ലെവൽ തന്നെയാണ് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഹൈ ആയി നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം നിഫ്റ്റി 11,024 എന്ന ലെവലിലേക്ക് ഫോൾ ആവുകയും ചെയ്തു. 11,024ൽ 11,000 എന്ന ലെവലിനെ അല്ലെങ്കിൽ 11,000 എന്ന സപ്പോർട്ടിനെ നിഫ്റ്റി ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. 2 ദിവസം മുമ്പ് നടന്ന നിഫ്റ്റിയുടെ ലെവൽസ് ആൻഡ് ടാർഗറ്റ് അനാലിസിസിലും ഞാൻ പറഞ്ഞിരുന്നു നിഫ്റ്റിയുടെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് വരുന്നത് നിഫ്റ്റിയുടെ 200 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജായ 11,048 ആണ്. അതായത് ബ്രോഡ്ലി 11,000 എന്ന സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് ഇന്ന് നമ്മൾക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. എന്നിരുന്നാൽ കൂടിയും ക്ലോസിംഗ് ബേസിൽ ഒരു പോസിറ്റീവ് ഹോപ്പ് തന്നാണ് നിഫ്റ്റി എൻഡ് ആയത്. അതായത് ക്ലോസിംഗ് ബേസിൽ 11,024 എന്ന ലെവലിൽ നിന്നും 11,131 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. അതായത് നിഫ്റ്റിയിൽ സെൽ ഓൺ റൈസ് എന്ന ടെൻഡൻസിയാണ് ഇനി വരാൻ പോകുന്ന വീക്കുകളിൽ വരുന്നത് എന്നതിൻ്റെ ക്ലിയർ ഇൻഡിക്കേഷനാണ് ഇന്നത്തെ മാർക്കറ്റ് അവറിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത്. ഇത് കൂടാതെ നാളെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി കൂടിയാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് വലിയ വോളറ്റൈലിറ്റി പ്രതീക്ഷിക്കാം. അതുകൂടാതെ വരുന്ന ആഴ്ചയിൽ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ മോണിറ്ററി പോളിസി ഡിക്ലെയർ ചെയ്യും. അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൂടി മാർക്കറ്റിൽ നമ്മൾക്ക് കാണാവുന്നതാണ്. ഇനി നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ലെവൽസും ടാർഗറ്റും നോക്കാം. നിഫ്റ്റിയിൽ ഒരു ബൗൺസ് ബാക്ക് അല്ലെങ്കിൽ സെൽ ഓൺ റൈസ് ഉണ്ടായാൽ കൂടി നിഫ്റ്റി അതിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയ 11,300 വരെ എത്താനുള്ളൊരു പ്രോബിലിറ്റി ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ കാണുന്നുള്ളൂ. അതായത് നിഫ്റ്റി 11,300 എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് വിചാരിക്കാം നിഫ്റ്റിയിൽ വീക്ക്നെസ് കുറഞ്ഞു തുടങ്ങിയെന്ന്. നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നിഫ്റ്റി 11,550 അല്ലെങ്കിൽ 11,500 ലെവലിന് മുകളിൽ പോകണം. ഇനി അതുവരെ നിഫ്റ്റിയിൽ നമ്മൾക്ക് ബിയറിഷ് മൊമെൻറ്റമാണ് കാണാൻ സാധിക്കുന്നത്. എന്നുവരെ നിഫ്റ്റി 11,300 ലെവലിന് താഴെ ട്രേഡ് ചെയ്യുന്നു നിഫ്റ്റി താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം നിഫ്റ്റിയിൽ വീക്ക്നെസ് വളരെ കൂടുതലാണ്. നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ 11,000 ആണ് നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട്. എക്സാക്ട്ലി പറഞ്ഞാൽ 200 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജായ 11,048. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സപ്പോർട്ടായിട്ട് വരുന്നത് 10,750 ആണ്. അതിനു മുൻപേ 10,900 എന്ന ലെവലും സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അതായത് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 11,300, നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 11,000, സെക്കൻഡ് റെസിസ്റ്റൻസ് 11,500, സെക്കൻഡ് സപ്പോർട്ടായിട്ട് വരുന്നത് 10,900 എന്നിവയാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ടെക്നിക്കൽ ചാർട്ട് അനാലിസിസിൽ നിന്നും മനസ്സിലാകുന്നത്. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് 11,300 ലെവലിലാണ്. 11,300 ലെവലിൽ അറൗണ്ട് 47 lakh കോൺട്രാക്റ്റ് ആണ് റൈറ്റ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് 11,500 ലെവലിലാണ്. 11,500 ലെവലിൽ അറൗണ്ട് 42 lakhs കോൺട്രാക്റ്റ് ആണ് റൈറ്റ് ആയിരിക്കുന്നത്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ നോക്കാം.
പുട്ട് സൈഡിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 11,000 ലെവലിലാണ്. 11,000 ലെവലിൽ അറൗണ്ട് 46 lakh കോൺട്രാക്റ്റ് ആണ് റേറ്റ് ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നതും 11,000 ലെവലിലാണ്. 11,000 ലെവലിൽ അറൗണ്ട് 9 lakh കോൺട്രാക്റ്റ് ആണ് ഇന്നത്തെ ദിവസം ഫ്രഷ് ആയി ആഡ് ചെയ്തത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 10,500 ലെവലിൽ അറൗണ്ട് 32 lakhs കോൺട്രാക്റ്റ് ആണ് നമ്മൾക്ക് പുട്ട് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അതായത് കോൾ സൈഡിൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 11,200-നും 11,300-നും ഇടയിലാണ്. അതായത് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വഴി റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 11,300 ലെവലും അതോടൊപ്പം തന്നെ ഇമ്മീഡിയറ്റും അതോടൊപ്പം തന്നെ ലോങ് ടൈം ഹോൾഡിംഗ് റെസിസ്റ്റൻസ് ആയി 11,500 ലെവലുമാണ് വരുന്നത്. ഇനി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അതിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായ 11,000 ആണ് നിഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട്. അതിനുശേഷം 11,000-ൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ അത് 10,800 സബ്സിക്വൻ്റ്ലി 10,500 എന്നീ സപ്പോർട്ടിലേക്ക് വരും എന്നാണ് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വഴി മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 സെപ്റ്റംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനു വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. ഇവിടെ നമ്മൾ 1 day ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 23 സെപ്റ്റംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണെങ്കിൽ കൂടിയും വളരെ ലീസ്റ്റ് ബിയറിഷ് ആണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുക. അതായത് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 21,350 ലെവലിലായിരുന്നു. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 21,365-ഉം ഇൻട്രാഡേ ലോയിൽ ബാങ്ക് നിഫ്റ്റി 20,821 എന്ന ലെവലിലേക്ക് എത്തി. അതായത് ബാങ്ക് നിഫ്റ്റി 21,000 എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം അതിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ടായ 21,850 ലെവലിലേക്ക് എത്തി എന്നർത്ഥം. ശേഷം ക്ലോസിംഗ് ബേസിൽ ബാങ്ക് നിഫ്റ്റി നല്ലൊരു റിക്കവറി കാണിച്ചു. 21,100 എന്ന ലെവലിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്തെത്തി 21,178-ലേക്ക് തിരികെ എത്തി. അതായത് ബാങ്ക് നിഫ്റ്റി 21,000 എന്ന സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബാങ്ക് നിഫ്റ്റി ആൾറെഡി ഓവർ സോൾഡ് റീജിയനിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം അല്ലെങ്കിൽ വീക്ക്നെസ് കുറവ് എന്ന് നമ്മൾക്ക് എപ്പോഴെങ്കിലും ബാങ്ക് നിഫ്റ്റി 21,500-ന് മുകളിൽ പോയാൽ മാത്രമേ പറയാൻ പറ്റൂ. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റി 21,000 എന്ന സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മന്ത്ലി എക്സ്പയറി ഡേ ആയതിനാൽ നാളെ ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു വോളറ്റിലിറ്റി നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് 21,000 ലെവലാണ്. അതിനുശേഷം 20,850 ലെവലാണ് സെക്കൻഡ് സപ്പോർട്ട്. ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 21,350-യും സെക്കൻഡ് റെസിസ്റ്റൻസ് 21,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് 22,000 ലെവലിലാണ്. 22,000 ലെവലിൽ അറൗണ്ട് 10 lakhs കോൺട്രാക്റ്റ് ആണ് റൈറ്റ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് 21,500 ലെവലിലാണ്. അറൗണ്ട് 9 lakhs കോൺട്രാക്റ്റ് ആണ് 21,500 ലെവലിൽ റൈറ്റ് ആയിരിക്കുന്നത്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് 20,500 ലെവലിലാണ്. അറൗണ്ട് 8,68,000 കോൺട്രാക്റ്റ് ആണ് 20,500 ലെവലിൽ റൈറ്റ് ആയിരിക്കുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഓൺ പുട്ട് സൈഡ് റൈറ്റ് ആയിരിക്കുന്നത് 21,000 ലെവലിലാണ്. 21,000 ലെവലിൽ അറൗണ്ട് 8,54,000 കോൺട്രാക്റ്റ് ആണ് റൈറ്റ് ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നതും 20,500 ലെവലിലാണ്. അറൗണ്ട് 2 lakhs കോൺട്രാക്റ്റുകളാണ് ഇന്നത്തെ ദിവസം റൈറ്റ് ആയിരിക്കുന്നത്. കോൾ സൈഡിൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് 21,400 ലെവലിലാണ്. അറൗണ്ട് 2,80,000 കോൺട്രാക്റ്റുകളാണ് ഈ ലെവലിൽ റൈറ്റ് ആയിരിക്കുന്നത്. അതായത് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ആൾറെഡി കണ്ടതാണ്. ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് ബേസിൽ 21,178 എന്ന ലെവലിലാണ് എത്തിയിരിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് 21,000 കാണുന്നുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വഴി നമ്മൾക്ക് കാണാൻ കഴിയുന്നത് 21,000 ആണ്. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ സപ്പോർട്ട് 20,500 ലെവലാണ്. 20,500 ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നത് 21,000 ആണ്. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 21,500 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. അതിനുശേഷം സെക്കൻഡ് റെസിസ്റ്റൻസ് ആയി കാണുന്നത് 22,000 ലെവലാണ്.
Foreign institutional investors and domestic institutional investors ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. 23 സെപ്റ്റംബർ 2020 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 4190 കോടി രൂപയുടെ ബൈയിങ്ങും 8102 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3912 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 5186 കോടി രൂപയുടെ ബൈയിങ്ങും 3557 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 1629 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതായത് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി ആക്ടിവിറ്റി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ 2283 കോടി രൂപയുടെ സെല്ലിംഗ് ആക്ടിവിറ്റിയാണ് നടന്നത്. 23 സെപ്റ്റംബർ 2020 മെയിൻ മാർക്കറ്റ് ഇവൻറ്റ്സിലേക്ക് കടക്കാം. KKR US ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് കമ്പനിയായ KKR റിലയൻസ് റീറ്റെയിലിൽ 5550 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഏകദേശം 1.28% സ്റ്റേക്ക് അക്വയർ ചെയ്തു. കഴിഞ്ഞ മാസം മറ്റൊരു കമ്പനിയായ സിൽവർ ലേക്ക് 7500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 1.7% സ്റ്റേക്ക് അക്വയർ ചെയ്തു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ ദിവസം മാർക്കറ്റിലുള്ള 3 IPOകളുടെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാം. ആഞ്ചൽ ബ്രോക്കിംഗ് IPO 1.46 ടൈം സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ക്യാംസ് IPO 46.9 ടൈംസ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. കെംകോൺ IPO 149 ടൈംസ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. കെംകോൺ IPOയുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മൾ ആൾറെഡി ആ IPOയുടെ വീഡിയോ ചെയ്തപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തതാണ്. മറ്റൊരു പ്രധാന ന്യൂസ് എയർടെൽ അവരുടെ ഫസ്റ്റ് AGR ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തു എന്നതാണ്. അതുകൂടാതെ ഭാരത് ബയോടെക് കോവാക്സിൻ ട്രയൽ ഒക്ടോബർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊരു ന്യൂസ് കൂടിയുണ്ട്. കൂടാതെ US-ലെ ഗ്ലോബൽ എക്സ്ചേഞ്ചായ നാസ്ഡാക്ക് കോമ്പോസിറ്റ്സിൽ വാട്ടർ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വരാൻ പോകുന്നു എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അതായത് കൊമോഡിറ്റിയിൽ ഫ്യൂച്ചർ വരിക സ്വാഭാവികമാണ്. ഗോൾഡ് ഫ്യൂച്ചർ, ഈവൻ സിൽവർ ഫ്യൂച്ചർ എന്നീ ഫ്യൂച്ചറുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നാസ്ഡാക്ക് ഇപ്പോൾ സ്പെഷ്യലായി വാട്ടർ ഫ്യൂച്ചറിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അതായത് 2009 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മൂവിയായ ബിഗ് ഷോട്ട് മൂവിയിൽ ഈ വാട്ടർ ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. അത് ഇന്ന് പ്രാക്ടിക്കലായി സംഭവിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.